ഹലോ. ഹലോ. മനോരമ തൃശ്ശൂരല്ലേ? അതെ സാർ, ഞാൻ UAE വിളിക്കുന്നത്. ഞാൻ മലപ്പുറം ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവരാ നമ്പർ തന്നത്. പിന്നെ ഇന്നത്തെ ഓൺലൈൻ എഡിഷനിൽ ശശികല ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഞാൻ എഡിറ്റർ കൊടുക്കാം. ഓക്കെ. ഹലോ. സാർ, ഞാൻ UAE വിളിക്കുന്നത്. ഇന്നത്തെ ഓൺലൈൻ എഡിഷനിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ശശികല ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ്. അപ്പൊ ഞാൻ മലപ്പുറം ഓഫീസിലേക്ക് വിളിച്ചപ്പോ അവരെ പറഞ്ഞു ന്യൂസ് കൊടുത്തിട്ടുള്ള ബ്യൂറോ തൃശ്ശൂരാണ്, അങ്ങോട്ട് വിളിച്ചാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമ്പർ തന്നത്. അപ്പൊ അതില് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാൻഹോളിലേക്ക് എടുത്തു ചാടി നൗഷാദ് മണ്ടൻ KP ശശികല എന്ന ഹെഡിങ്ങോട് കൂടിയിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. 5:38 പോസ്റ്റ് ചെയ്ത ന്യൂസാണ്. പിന്നെ അത് കഴിഞ്ഞ് 5:55 ആയപ്പോഴത്തേക്കും മാൻഹോളിലേക്ക് എടുത്തു ചാടി നൗഷാദ് കാണിച്ചത് മണ്ടത്തരം KP ശശികല എന്ന രീതിയിലേക്ക് മാറ്റിയത്. അപ്പൊ അതിന് ഏതാണ് യാഥാർത്ഥ്യം? അത് രണ്ടാമത് പറഞ്ഞായിരിക്കും അതിന്റെ ഒരു അവരുടെ ശരിക്കുള്ള വാക്കുകൾ എന്നാണ് തോന്നുന്നത്, എന്തായിരിക്കും മാറ്റിയത്. തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനാണ് UAE വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഈ സമയത്തൊക്കെ ഓൺലൈൻ പത്രങ്ങളൊക്കെ നോക്കാറുള്ളത്. നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഫ്രീ ആയതിനു ശേഷം. അപ്പൊ നോക്കിയപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അതിന്റെ ഇത് മാറ്റിയിട്ടുമുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ. അപ്പൊ ഏതാണ് അതിന്റെ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ പറഞ്ഞത് രണ്ടും? വ്യത്യാസം ശതമണ്ടെന്ന് പറയുമ്പോ ആ ഒരു നമ്മള് സാധനം കൊടുക്കുമ്പോ അങ്ങനെയും കൊടുക്കാൻ പാടില്ലല്ലോ, അത് കാരണമായിരിക്കും മാറ്റിയത്. അതെ, കാരണം അവിടെ തൃശ്ശൂർ ബ്യൂറോയിലല്ലേ ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളത്? ബ്യൂറോയിൽ നിന്നാണ്, പക്ഷെ ആരായി ചെയ്തെന്ന് അറിയില്ല. പക്ഷെ നമ്മള് ഓൺലൈനിൽ കൊടുക്കുമ്പോഴും അത് പിന്നെ അല്ല, ഞാൻ സാറ് കേൾക്കുന്നത് അതല്ല, ഈ മാൻഹോളിലേക്ക് എടുത്തു ചാടിയ നൗഷാദ് മണ്ടൻ ശശികല, KP ശശികല, അതുകൊണ്ട് തിരുത്തിയത് മാൻഹോളിലേക്ക് എടുത്തു ചാടിയ നൗഷാദ് കാണിച്ചത് മണ്ടത്തരം KP ശശികല എന്നാ കൊടുത്തുള്ളത്. ഇത് രണ്ടും ഒന്ന് തന്നെ അല്ലേ? അല്ല, അതാ ഒരു അവര് കറക്റ്റായിട്ട് പറഞ്ഞ വേർഡ് എടുത്ത് കൊടുത്തായിരിക്കും, അത്രേ ഉള്ളൂ. അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, രണ്ടും സെയിം അല്ലേ, രണ്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊടുത്ത അത് തിരുത്തിയിട്ടുണ്ട്, അതാണ് ഡൗട്ട്. അതെ, അല്ല അവര് നമ്മൾ സാധാരണ പ്രസ്താവന കൊടുക്കുമ്പോൾ അവരുടെ കറക്റ്റ് വേർഡ് വാക്ക് കൊടുക്കണം എന്നായിരിക്കുമല്ലോ, അപ്പൊ കറക്റ്റ് വേർഡ് കിട്ടിയപ്പോ എടുത്ത് കൊടുത്തായിരിക്കും. അതെ, അതിപ്പോ സാറ് പറഞ്ഞത് തന്നെ യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ചാൽ മനോളിലേക്ക് എടുത്തിട്ട് അവിടെ നൗഷാദ് മണ്ടൻ KP ശശികല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനല്ല പറഞ്ഞത്, കാണിച്ചത് മണ്ടത്തരം എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മണ്ടൻ എന്ന് പറഞ്ഞ് കൊടുത്തത് ശരിക്കും ആ പറഞ്ഞതിന് വാസ്തവവിരുദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ ചിലപ്പോ അതിന്റെ പറഞ്ഞതായിരിക്കും ചിലപ്പോ രണ്ടാമത് എഡിറ്റ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആയിരിക്കാം. കാണിച്ചത് മണ്ടത്തരം എന്ന് പറയുന്നതും നൗഷാദ് മണ്ടൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്ന് സാറിനും അറിയാം. കാരണം നമ്മള് അതന്നെ പറയാം, നമ്മള് എന്തെങ്കിലും പ്രവാസികളായതുകൊണ്ട് ഞങ്ങൾ ഇത്തരം നാട്ടുകളിൽ നിന്ന് വരുന്ന നമ്മുടെ പത്രങ്ങള് കിട്ടുന്ന അപൂർവങ്ങളായിരിക്കാം. അപ്പൊ ഞങ്ങൾ ഈ ഓൺലൈനിലാണ് കൂടുതലും ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ന്യൂസ് വന്നപ്പോ രണ്ടും തമ്മിൽ നല്ല വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ മാൻഹോളിലേക്ക് എടുത്തു ചാടി നൗഷാദ് മണ്ടൻ KP ശശികല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വിമർശിക്കേണ്ട ഒരു വാക്കായിട്ടാണ് അവിടെ വരുന്നത്. അതായത് മാൻഹോളിലേക്ക് എടുത്തു ചാടി നൗഷാദ് കാണിച്ചത് മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞത് ആ കാണിച്ചതിന് അല്ലെങ്കിൽ ആ ചെയ്തതിന് ഒന്ന് എന്താണ് ആ ചെയ്തത് മണ്ടത്തരമായിപ്പോയി എന്നുള്ള രീതിയിലാണ് ആ പറയുന്നത്. രണ്ട് വ്യത്യാസമുണ്ട്. അത് സാറ് ചോദിക്കുന്നവരതല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ പത്രങ്ങളും മനോരമ ഉൾപ്പെടെയുള്ള മനോരമയുടെ എല്ലാ എഡിഷനുകളും അതുപോലെ തന്നെ മറ്റു പത്രങ്ങൾ, ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല, മറ്റു പ്രമുഖ പത്രങ്ങൾ എല്ലാവരും തന്നെ കഴിഞ്ഞ 29-ാം തീയതി കൊടുത്തിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു, സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ പറ്റൂ കാന്തപുരം. ഇല്ല സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ്? അതെ അതെ അതെ. ഇവർക്ക് സാറ് കാന്തപുരം എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, ഇതിപ്പോ നമ്മള് അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അല്ല. അല്ല സാർ, അത് ചർച്ച ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കൺസേൺ ആളുകൾ അതല്ലെങ്കിൽ അത് കൊടുത്ത ആളുകളുടെ ആ ഒരു പല ആളുകളും ചെയ്യുന്നല്ലേ. അല്ല സാർ അങ്ങനെ പറയുന്നത്. കാരണം എന്താ വെച്ചാല് മനോരമ പോലുള്ള ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ സെക്ഷനിൽ ഇരിക്കുന്ന സാറൊക്കെ അത്തരം ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവർ പറഞ്ഞതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കണ്ടേ. ഇപ്പൊ ഈ ശശികല ടീച്ചറെ സംബന്ധിച്ചിടത്ത് ആദ്യം കൊടുത്തത് ശരിക്കും മനോരമ ആ ന്യൂസ് കേൾക്കാതെ റിപ്പോർട്ടർ ചെയ്തിട്ടുള്ള ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൊടുത്തിട്ടുള്ളത്.
പിന്നീട് മനോരമ അത് കേട്ടതിന് ശേഷം തിരുത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ ഒരു ആത്മാർത്ഥത ഇങ്ങനെ കാന്തപുരത്തിന്റെ പേരിൽ ഒരു പ്രസ്താവന വന്നപ്പോൾ അത് മനോരമ കാണിച്ചില്ല എന്നുള്ള ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ ഇന്ന ആളുകളോട് അല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. അല്ല സാറേ, നമ്മളത് വായിക്കുന്ന ഒരു വായനക്കാരന് അത് ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുക? കാരണം എന്താണെന്ന് വെച്ചാല് കാന്തപുരത്തിന്റെ ആ ഒരു പ്രസംഗത്തില് വളരെ വ്യക്തമായിട്ട് കാന്തപുരം പറയുന്നത് എന്താണ്, പ്രസവിക്കുക എന്നുള്ള കഴിവ്, ഒരു കുട്ടിയെ പോറ്റി വളർത്തി പരിപാലിക്കുക എന്നുള്ളൊരു കഴിവ് അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, ഒരു പുരുഷൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഈ ഒരു പറഞ്ഞ വാക്കിനെയാണ് പിറ്റേന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങള് സ്ത്രീകൾക്ക് കണ്ടന്റ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റിൽ ഒരു ഈ പറഞ്ഞ അതേ വേർഡുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈനിൽ നമ്മൾ മൊത്തം കൊടുക്കാറില്ല സാധാരണ, അതിന്റെ ഒരു ഇതല്ലേ കൊടുക്കുക. ഹെഡ്ലൈനിൽ അതിന്റെ ഒരു സൂചന മാത്രമല്ല സാറേ. ഹെഡ്ലൈനിൽ അങ്ങനെ ഒരു സൂചന കൊടുക്കുന്ന സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ പറ്റൂ എന്നൊരു സൂചന ഹെഡ്ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള താഴോട്ട് ന്യൂസ് വരുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഹെഡ്ലൈനിൽ അങ്ങനെ നിങ്ങൾ അതിനെ ആ കണ്ടന്റിനെ ബേസ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ ഈ ശശികല ടീച്ചറുടെ കാര്യത്തിൽ മാത്രം ഒരു തിരുത്തിന്റെ ആവശ്യം മനോരമ ചെയ്തത്? അത് തിരുത്തിയതിനെ കുറ്റം പറയില്ല കേട്ടോ. നിങ്ങൾ തിരുത്തിയ ശശികല ടീച്ചറുടെ ആ വാക്കുകൾ തിരുത്തിയതിനെ നിങ്ങൾ അഭിനന്ദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലൊരു വാക്ക് ശശികല ടീച്ചർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു അബദ്ധം മനോരമയുടെ വാക്ക് വന്നിട്ട് മനോരമ തിരുത്തിയത് അഭിനന്ദനാർഹം അതല്ല നമ്മൾ പറയുന്നത്. അത് തിരുത്തിയതിനെതിരെയുള്ള പ്രതിഷേധം അല്ല പറയുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു വാർത്ത കാന്തപുരത്തിനെതിരെ വന്നപ്പോ, കാരണം അതും ജനലക്ഷങ്ങളെ വേദനിപ്പിച്ചു. അതേസമയത്ത് എല്ലാ പത്രങ്ങളും നമ്മൾ വായിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട് എല്ലാം ഉണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ മുമ്പായിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എത്രയും പ്രചാരണത്തിൽ എത്തിയ ഒരു സമയത്ത് ഇത്തരത്തിൽ വളരെ വ്യക്തമായിട്ട് ആ പ്രസംഗത്തിന്റെ വീഡിയോ സഹിതം അവൈലബിൾ ആയ സമയത്ത് പോലും മനോരമ തിരുത്താനുള്ള ഒരു മാനസികം ഒരു ഇതുപോലും കാണിക്കില്ല എന്നുള്ളതിലാണ് നമ്മുടെ വിഷമം. അപ്പൊ സാറിനെപ്പോലുള്ള ഞാൻ പറഞ്ഞ എഡിറ്റോറിയൽ സെക്ഷനിൽ ഇരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ടർമാർ തരുമ്പോ ജസ്റ്റ് ഒന്ന് കേട്ടതിന് ശേഷം കൊടുക്കുന്നതല്ല സാറേ അതിന്റെ ഒരു ഭംഗി. അല്ല, ഇതിലിപ്പോ സാധാരണ എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഇപ്പൊ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു പോയിന്റ് തിരുത്തി എന്നുള്ളതാണ്. അപ്പൊ അത് ആക്ച്വൽ ഓൺലൈനിലൊക്കെ അതടി നടക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ഒരു ചെറിയ ഫ്ലാഷ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തായിരിക്കും. കണ്ടന്റ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ തിരുത്തി. മറ്റേതിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ഡീറ്റെയിൽ അല്ല, അത് പറയുന്നത് സാറേ, മറ്റതിൽ അങ്ങനെ സംഭവം കാന്തപുരത്തിന്റെ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം അവൈലബിൾ ആയിരുന്നു. അല്ല, സോഷ്യൽ മീഡിയ നേരത്തെ നടന്ന പ്രോഗ്രാമാണ്. ഒരു നമ്മുടെ പത്രത്തിൽ കമന്റ് ഒക്കെ വന്ന് ഫുൾ ടെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിലൊരു ഇതിന്റെ ആവശ്യമില്ല. മനോരമന്റെ ഓൺലൈൻ എഡിഷനിൽ പോലും അത് തിരുത്തിയില്ല. മനോരമ ആ ഒരു ഹെഡിങ്ങോട് കൂടി തന്നെയാണ് ആ ന്യൂസ് വന്നിട്ടില്ല. അതായത് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞ ആ പോയിന്റുകളിൽ ആ ഒരു സൂചന ഉണ്ടായിരുന്നു. സാറേ, ഞാൻ ചോദിച്ചോട്ടെ, കാന്തപുരം പറഞ്ഞ ആ വാക്കുകളിൽ എവിടെയെങ്കിലും സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ പറ്റൂ എന്നുള്ളതിന്റെ 1% സൂചന ഉള്ള ഒരു വാക്ക് സാറിനൊന്ന് കാണിച്ചു തരാം. അങ്ങനെ അതിന്റെ ഒരു പ്രശ്നം എന്നല്ല. ഇതിലിപ്പോ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു മീനിങ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ബേസിലാണ് വരുന്നത്. അപ്പൊ അത് ആ ഒരു ഇതുകൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ മാൻഹോളിലേക്ക് എടുത്തു ചാടിയ നൗഷാദ് മണ്ടൻ എന്ന് പറഞ്ഞു കൊടുത്ത ഹെഡിങ്ങും മാൻഹോളിലേക്ക് എടുത്തു ചാടിയ നൗഷാദ് കാണിച്ചത് മണ്ടത്തരം എന്ന് പറയുന്നത് രണ്ടും ഒന്നാണോ രണ്ടാണോ? അല്ല, അത് അതിന്റെ മീനിങ്, അതിന്റെ ആ മീനിങ് എന്താണ് സംഗതി, ആ ചെയ്ത ആക്ഷൻ ഒരു മണ്ടത്തരായി പോയി എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഹെഡ്ലൈൻ കൊടുക്കുമ്പോൾ ചിലപ്പോ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ സാർ ഇത് തിരുത്തിയത് ഇപ്പൊ മനോരമ ഈ ഹെഡിങ്? അതിന്റെ മീനിങ് ഒന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ കാണിച്ചത് മണ്ടത്തരം എന്നാണ് തിരുത്തെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഒരു തിരുത്തെന്ന് പറഞ്ഞാൽ ഒരു പുതുമയില്ല. അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ബേസിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സാധനമല്ലേ, അതിലൊരു തിരുത്തുന്നതായിട്ട് അത് പറയാൻ പറ്റില്ല. ഈ സാറേ, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. സെക്കൻഡ് ബേസിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അപ് ടു ടൈം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ എഡിഷനിൽ പോലും കാന്തപുരത്തിന്റെ ആ പ്രസ്ഥാനം ഫുൾ വീഡിയോ, പിന്നെ കേരളത്തിലെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ അവരുടെ വെബ്സൈറ്റുകൾ ഉൾപ്പെടെ ഫുൾ വീഡിയോ ഒരു സെക്കൻഡ് പോലും കട്ട് ചെയ്യാതെ പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും മനോരമയും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള മറ്റു രണ്ട് പത്രങ്ങളും അത് തിരിച്ചു പോയിട്ട് അതിനകത്ത് ഒരു മാറ്റവും വരുത്താതെ പിറ്റേന്ന് പത്രം അടിച്ചിറക്കുകയും ചെയ്തു. കാരണം ഈ കാന്തപുരം അവിടെ പറഞ്ഞതിൽ അല്ല, സാറ് തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് സാറിനോട് ഒന്ന് ചോദിക്കുന്ന ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അതായത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക,
ആ കുഞ്ഞിനെ ലാളിച്ച് വളർത്തുക എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതൊരു പുരുഷൻ വിചാരിച്ചാൽ സാധ്യമല്ല എന്നൊരു വാക്ക് കാന്തപുരം പറഞ്ഞപ്പോൾ അതിലെവിടെയാണ് സാറേ സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അതിലേക്കൊരു സൂചനയെങ്കിലും കൊടുക്കുന്ന ഒരു അക്ഷരമെങ്കിലും സാറിനൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കാട്ടോ, മറ്റുള്ള പലരും വന്ന ന്യൂസിനെ പറ്റില്ല, സാറിനോട് വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നത്. അല്ല, ഇതിലിപ്പോ പല ഇതുണ്ട്. ഇപ്പൊ ചില വാർത്തകൾ എന്താ പറയാ, പിന്നെ പല ആളുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടെക്സ്റ്റ് ആ ഒരു വാർത്ത അങ്ങനെ കൊടുത്തതില് ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ? അല്ലെ, നമുക്കത് വാർത്ത ഈ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ എന്താണ് പറഞ്ഞെന്ന് ഒന്നേറെ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് നമുക്കറിയില്ല. മാത്രല്ല പറഞ്ഞ പോയിന്റ് ഞാൻ ഈ പറഞ്ഞതാണ്, പറഞ്ഞ പോയിന്റ് ഇതാണ്, ഇങ്ങനെ തന്നെയാണ് കാന്തപുരം അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പിന്നെ ഒരു കുഞ്ഞിനെ അതായത് പ്രസവിക്കുക, ഒരു കുഞ്ഞിനെ പരിപാലിക്കുക, ഒരു പിതാവായ നമ്മൾ പോലും ഒരു കുഞ്ഞിനെ ലാളിനോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് വരെ നമ്മൾ കയ്യിൽ വെക്കും. ഇല്ലെങ്കിൽ ആ 5 മിനിറ്റ് കഴിയുന്നതോട് കൂടി നമ്മൾ തിരിച്ചു ഏൽപ്പിക്കുകയാണ്. ബാക്കി ഈ കുഞ്ഞിനെ പോറ്റുന്നതും വളർത്തുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ത്രീയുടെ മാത്രം പ്രത്യേകതയാണ്. അതൊരു പുരുഷൻ വിചാരിച്ചാൽ നടക്കുന്നതല്ല. പിന്നെ എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും സമമാവുന്നത്? ഇതാണ് കാന്തപുരം അവിടെ പറഞ്ഞിട്ടുള്ളത്. അതെ, അത് എന്റെ ഫുൾ ടെക്സ്റ്റ് അതില് വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞതും സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ പറ്റൂ എന്ന് കാന്തപുരം പറഞ്ഞു എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ? ഞാൻ സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കാൻ പ്രശ്നമില്ല. നമുക്ക് ഇതില് ഒന്നും പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് കണ്ടന്റ് എന്താ വന്നെന്ന് നമുക്കറിയില്ല. ഇന്ന് എഡിഷൻ ബേസിൽ എങ്ങനെയാ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയിപ്പോ അങ്ങനെ എങ്ങാനും കൊടുത്തിട്ട് അത് തിരുത്തിയിട്ടുണ്ടോന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ തിരുത്തിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് വന്നത്. പിറ്റേന്നകത്തെ പ്രിന്റ് ചെയ്ത് വന്ന പത്രത്തിലും അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ല, പത്രമൊക്കെ ഒത്തിരി എഡിഷൻസിലാണ്. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും എഡിഷനിൽ അത് തിരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നൊന്നും ഒരു എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഇത്തരത്തിലൊരു വന്നിട്ട് ഒരു പത്രം അങ്ങനെ തിരുത്താണെങ്കിൽ തന്നെ സാറാ പറഞ്ഞത് ചെറിയൊരു അവ്യക്തത ഉണ്ട്. കാരണം ഒരു ന്യൂസ് വന്നിട്ട് അത് തിരുത്തുമ്പോൾ എങ്ങനെയായാലും മനോരമ പോലുള്ള ഒരു പത്രം ഒരു എഡിഷനിൽ മാത്രമായിട്ട് തിരുത്തില്ല. ഒരു തിരുത്ത് വന്നു കഴിഞ്ഞാൽ മനോരമ പോലുള്ള പ്രമുഖരായിട്ടുള്ള പത്രക്കാർ എന്തായാലും അത് എല്ലാ എഡിഷനുകളിലും തിരുത്തും. ഇപ്പൊ എവിടെയാ ഇപ്പൊ ഒരു ദുബായിൽ നിന്ന് വിളിക്കുന്ന ഒരാൾ ചിലപ്പോ കണ്ടത് അവിടുത്തെ ഒരു പത്രം മാത്രമായിരിക്കും. ഇപ്പൊ ഇവിടെ അല്ല സാറേ, ഞാൻ സാറേ പറയരുത്. കാരണം മനോരമന്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ എല്ലാ എഡിഷനും ഈ പേപ്പറായിട്ട് അവൈലബിൾ ആണ്. അതെ അതെ. പിന്നെ നമ്മൾ ഒരു എഡിഷൻ മാത്രം നോക്കിയിട്ടല്ലല്ലോ സാറിനായിട്ട് സംസാരിക്കുക. ഞാനൊരു സോഷ്യൽ മീഡിയ വർക്കറാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ സാറിന് ഈ കോളർ റെക്കോർഡബിളും ആണ്. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. മലപ്പുറം ഓഫീസിലേക്ക് വിളിച്ചതോ എല്ലാം റെക്കോർഡബിൾ ആണ്. കാരണം എന്താ വെച്ചാല് അല്ല സാറിന് വിഷമമൊന്നുമില്ലല്ലോ. കാരണം ഇവിടെ സ്വകാര്യങ്ങളോ സീക്രട്ടുകളോ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഞാൻ എന്താ വെച്ചാല് ഇന്നിപ്പോ ഈ കോള് മറ്റാരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇത് സാറിനാണ് വ്യക്തിപരമായിട്ട് എന്താണ് ശശികല ടീച്ചറുടെ ഒരു പ്രസ്താവന വന്നപ്പോൾ അത് തിരുത്തിയെന്നും കാന്തപുരത്തിന്റെ പ്രസ്താവന തിരുത്തിയില്ലെന്നും അവിടെ ഒരു വർഗീയത അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് ശശികല ടീച്ചർ ഇങ്ങനെയല്ല പറഞ്ഞതെങ്കിൽ അത് തീർച്ചയായിട്ടും മനോരമ തിരുത്തിയത് അഭിനന്ദിക്കുകയാണ്. കാരണം ശശികല ടീച്ചർ അങ്ങനെ മാനവണ്ണിലേക്ക് എടുത്തു ചാടി നൗഷാദ് മണ്ടൻ എന്ന് പറഞ്ഞിട്ടില്ല. കാണിച്ചത് മണ്ടത്തരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മണ്ടൻ എന്ന് പറഞ്ഞു കൊടുത്തത് തെറ്റായിരുന്നു. അത് നിങ്ങൾ തിരുത്തിയത് നല്ലത്. പക്ഷെ ഇതേപോലെ തന്നെയാണ് ഒരു സൂചന പോലും ഈ മനോരമ പത്രവും അതുപോലെ മറ്റുള്ള പത്രങ്ങളും 2-3 പത്രങ്ങളും പ്രധാനപ്പെട്ട പത്രങ്ങൾ അടിച്ചിറക്കിയ പ്രിന്റിംഗ് എഡിഷൻ ഉൾപ്പെടെ അടിച്ചിറക്കിയിട്ടുള്ള കാന്തപുരം സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ പറ്റൂ എന്ന് കാന്തപുരം എന്നുള്ള ഹെഡിങ്ങോട് കൂടിയിട്ട് ഇറക്കിയതിൽ കാന്തപുരം അത്തരത്തിലേക്ക് സൂചന നൽകുന്ന ഒരു വാക്ക് പോലും ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തും പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ മൊത്തം സ്ത്രീകളുടെ ബഹുമാനത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് കാന്തപുരം പ്രസംഗിക്കുന്നത്. പിന്നെ സ്ത്രീയും പുരുഷനും തുല്യരല്ല. പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതവരുടെ സൃഷ്ടിപ്പിന്റെ തന്നെ ആ ഒരു ഘടന അങ്ങനെയാണ് എന്നതിലേക്കാണ് കാന്തപുരം സൂചന കൊടുക്കുന്നത്. അല്ലാതെ സ്ത്രീകളെ പ്രസവിക്കാൻ മാത്രമേ ആ ടെക്സ്റ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ. അത് ഒരാൾ പറഞ്ഞ കാര്യം എന്തായാലും മാറ്റി പറയില്ല. കറക്റ്റ് ആ ടെക്സ്റ്റ് അങ്ങനെ വന്നിട്ടില്ലേ? അതായത് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഞാനും ചോദിക്കട്ടെ, പറയുന്നത് അല്ല, ഇതൊരു വളരെ സൗഹാർദ്ദമായിട്ട് പറയാം. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് അല്ല, അതതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതെങ്കിലും സാറേ ഞാനും ചോദിക്കട്ടെ, നാളെ മലയാള മനോരമയുടെ പത്രത്തിന്റെ മേലത്തെ ഹെഡിങ് മലയാള മനോരമ എന്നുള്ളത് മാറ്റിയിട്ട് വേറെ ബാലഭൂമി അല്ല ബാലരമ എന്ന് കൊടുത്തിട്ട് പിന്നെ താഴെ മനോരമ ചെറുതാക്കി എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇതിലിപ്പോ നമ്മൾ പറഞ്ഞത് ആ ഒരു രീതിയിലല്ല. ഇതിന്റെ ഒരു ആ ഫുൾ ടെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു
കൺഫ്യൂഷന്റെ കാര്യമില്ല. വായിക്കുന്ന ആൾക്കും തന്നെ ഇത് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്ന ഒരു ഫുൾ ടെക്സ്റ്റാ. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ആ ഒരൊറ്റ ഹെഡിങ്ങിന്റെ ബേസിലാണ് പിന്നെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ ന്യൂസ് അവറുകളിൽ വരെ ചർച്ച ചെയ്തത് ഈ വിഷയം. അല്ല, അത് ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ദൃശ്യമാധ്യമങ്ങൾ അത് പറഞ്ഞ ഉടനെ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയതല്ലേ. അത് ഹെഡ്ലൈന്റെ ബേസിൽ, ഹെഡ്ലൈൻ പിറ്റേ ദിവസത്തെ ഒരു അല്ല, ഈ ദൃശ്യമാധ്യമങ്ങള് ഹെഡ്ലൈൻ പിറ്റേ ദിവസത്തെ സംഭവം അല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ മനോരമ ഓൺലൈൻ എഡിഷനിൽ വരെ വന്നു, ഓൺലൈൻ വരെ അത് പുറത്തു വിട്ടു. അതേപോലെ തന്നെ പിറ്റേന്ന് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഈ പിന്നെ ചാനലുകൾ ചർച്ച ആയ ഉടനെ തന്നെ ഈ ചാനലിന്റെ പേര്, ഞാൻ മറ്റുള്ള പത്രങ്ങളുടെ പേര് എടുത്ത് പറയാതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട പത്രത്തിലേക്ക് അതിന്റെ ഒരു എഡിറ്ററുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ തെറ്റാണെങ്കിൽ സാറ് ക്ഷമിക്കുക. അതായത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനല് രാത്രി തന്നെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അത് A to Z വരെയുള്ള വീഡിയോ ഉടനെ തന്നെ അവരുടെ പിന്നെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചു. കൈരളി ചാനലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇങ്ങനെ വന്നിട്ട് പോലും പിറ്റേന്ന് ഈ വീഡിയോ വരുന്ന സമയത്ത് മനോരമയൊന്നും ഫസ്റ്റ് എഡിഷൻ പോലും പ്രിന്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും പിറ്റേന്നത്തെ പത്രത്തിൽ ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയാത്തൊരു കാര്യത്തെ എടുത്തു പറഞ്ഞ മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു കാണിക്കുമ്പോൾ അത് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തിയിട്ട് അതിന്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യം കൊണ്ടുവരാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള മനോരമ പോലുള്ള പത്രങ്ങൾ വായിക്കുന്നവർക്ക് അത് സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സാറിനെ പോലുള്ളവരൊക്കെ എഡിറ്റോറിയൽ സെക്ഷനിൽ ഇരിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് റിപ്പോർട്ടർമാർ തരുന്നത് അതുപോലെ പ്രിന്റ് ചെയ്ത് വിടാതെ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു പൂർണ്ണരൂപം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാൻ സന്മനസ് കാണിക്കാമെന്നൊരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വളരെയധികം നന്ദി സാറേ. എന്റെ പേര് അസ്കർ കാരാത്തോട് എന്നാണ്. പിന്നെ ഞാൻ വിളിക്കുന്നത് UAE നിന്നാണ്, നാട്ടിൽ മലപ്പുറത്താണ്. എന്തായാലും ഇത്രയും നേരം സംസാരിക്കാൻ വളരെയധികം നന്ദി. താങ്ക് യു. ഓക്കെ സാർ.